അതേപോലെ തന്നെ പട്ടികവർഗ വിഭാഗങ്ങളിലെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഓണം സമ്മാനമായി 1000 രൂപ നൽകുന്ന പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയും അട്ടിമറിക്കപ്പെട്ടു. ഇപ്പൊ പറയുന്നത് 1000 രൂപക്ക് പകരം മുണ്ട് നൽകുന്നതാണ്. ഗുണഭോക്താക്കൾക്ക് 1000 രൂപ ഓണക്കാലത്ത് നേരിട്ട് കയ്യിൽ ലഭിക്കുന്നതിന് പകരം മുണ്ട് നൽകുന്നതിൻ്റെ യുക്തി ആർക്കും മനസ്സിലാകുന്ന കാര്യമല്ല. അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുൻപ് ലഭിക്കുമോ എന്നതിനും ഉറപ്പുണ്ടായിട്ടില്ല. ഏതായാലും ഓണത്തിന് അധിക ദിവസമില്ല. ഘട്ടത്തിലെങ്കിലും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ഈ ദിവസങ്ങൾ കൊണ്ട് വന്ന കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പൊതുവിതരണ ശൃംഖല വഴിയും സഹകരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി വിപണിയിൽ കാര്യക്ഷമമായി ഇടപെട്ട് നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലക്ക് വിതരണം ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. അതിലില്ലാതെ ഓണം ആഘോഷിക്കാൻ സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിച്ച് വഴിയൊരുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രശ്നം, നമ്മുടെ കേരളത്തിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 3 മാസം കൊണ്ട് ധനസ്ഥിതി മാറ്റി കാണിച്ചു തരും എന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി നൽകിയിരുന്ന അവകാശവാദം. ഇപ്പോ എന്താണ് സ്ഥിതി? 2026-27 വർഷം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ 9 മാസത്തേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധി 32,484 കോടി രൂപയാണ്. 84 കോടിയിൽ 30,462 കോടി രൂപയും ഈ 3 മാസത്തിനുള്ളിൽ എടുത്തു കഴിഞ്ഞു. ശരാശരി പ്രതിമാസം 3000 കോടി രൂപയുടെ മുകളിലാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോ ഇനിയുള്ള മാസങ്ങൾ അവശേഷിക്കുന്ന വായ്പാ പരിധി 2022 കോടി രൂപ മാത്രമാണ്. ഇത് സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയാക്കുമെന്ന് സർക്കാർ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പഴയ കാര്യങ്ങളൊന്ന് ചെറുങ്ങനെ ഓർമ്മിച്ചാൽ LDF സർക്കാരിനെതിരെ വലിയ തോതിൽ കടം വാങ്ങുന്നതിനെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. അപ്പോ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പിൻവലിക്കുന്നു എന്നെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ സർക്കാരും മുഖ്യമന്ത്രിയും കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കടം വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് UDF-ഉം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ആരോപിച്ചിരുന്നത് സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ധൂർത്തുമാണ് കടം വാങ്ങുന്നതിനിടയാക്കുന്നത് എന്നാണ്. അപ്പോ ഇപ്പൊ കടം ഇങ്ങനെ സ്വീകരിച്ചത് അതേ കാരണങ്ങൾ കൊണ്ടാണോ? അതും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് നന്നായിരിക്കും. ഇവിടെ കടമെടുപ്പ് പരിധി
വർദ്ധിക്കുന്നത് സംസ്ഥാനത്തിന്റെ GDP വളർച്ചയ്ക്കനുസരിച്ചാണ്. ഇത് സാധാരണ നിലക്കുള്ള സാമ്പത്തിക മാനേജ്മെന്റിന്റെ ഭാഗമാണ്. പക്ഷേ അതിനപ്പുറമുള്ള കടമെടുത്താൽ അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. നമ്മുടെ കേരളത്തിൽ കൃത്യമായ ധനമാനേജ്മെന്റിലൂടെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചും മറ്റുമാണ് കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ മുന്നോട്ട് പോയത്. പക്ഷേ അക്കാലത്ത് സംസ്ഥാനം നേടിയ സാമ്പത്തിക വളർച്ച, വികസനം ഇതൊന്നും കാണാതെ കടത്തിന്റെ മാത്രം കണക്ക് പറഞ്ഞ് അധിക്ഷേപിക്കാനാണ് UDF ശ്രമിച്ചത്. ഇപ്പോ അന്നത്തെ ആരോപണങ്ങളെ കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ അനുഭവത്തിൽ പറയാനുള്ളത്? ഇവിടെ ഖജനാവ് നടക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നൊരു വാചകം, പൂമ്പാറ്റ പൂവറിയാതെ തന്നെ കടന്നുപോകും. അപ്പോ പൂവുമില്ല, പൂമ്പാറ്റയില്ല, തേനുമില്ല, കടം മാത്രമാണ് പുതിയ സർക്കാരിന്റെ ഖജനാവിൽ എന്നതാണ് ഉണ്ടായിട്ടുള്ള വസ്തുത. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ക്ഷേമ വികസന പദ്ധതികളോ ശമ്പളമോ അധികാരമൊഴിയുമ്പോൾ ഖാലി ഖജനാവല്ല, 6000 കോടി രൂപ മിച്ചമുള്ള ഖജനാവാണ് LDF ഏൽപ്പിച്ചത്. ഇപ്പോ ആദ്യ 3 മാസങ്ങളെടുത്താൽ അപ്പൊ തന്നെ 33,311 കോടി രൂപയുടെ റവന്യൂ വരുമാനം ഖജനാവിലെത്തിയിരുന്നു. ഇതില് 28,060 കോടി രൂപയും നികുതി വരുമാനമാണ്. അപ്പോ LDF സർക്കാർ GST വകുപ്പിൽ നടത്തിയ ഘടനാ കർശന നടപടികൾ, പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തിയ ഗവർണറുടെ നടപടി, ഇത് ഒറ്റപ്പെട്ടതല്ല. ഇവിടെ ഞാൻ അറിഞ്ഞ കാര്യം, ഇന്നലെ PSCയുടെ സെക്രട്ടറിയെയും ഗവർണർ വിളിച്ചു വരുത്തിയെന്നാണ്. ഭരണഘടന ഫെഡറൽ തത്വങ്ങൾക്കെതിരായ നടപടികളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെ ഗൗരവപൂർണമായ നടപടിയോ പ്രതികരണമോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മാധ്യമപ്രവർത്തകര് ചോദിച്ചപ്പോ ഗവർണറ് ഉന്നത ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുന്നത് ആദ്യമല്ല, മുൻ ഗവൺമെന്റ് കാലത്തും വിളിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു ഒഴുക്കൻ മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുൻകാലങ്ങളിൽ മാത്രമല്ല, ഭരണഘടന പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തിന്മേലുള്ള ഗവർണറുടെ ഇടപെടലിനെ ഫലപ്രദമായി ചെറുക്കുന്ന നിലപാട് LDF സർക്കാർ സ്വീകരിച്ചു. അതിനെ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന രീതിയിൽ തെറ്റായി ചിത്രീകരിക്കാൻ കാര്യമാണ്. ഇപ്പോ 3 മാസമായി പുതിയ സർക്കാർ. ഈ 3 മാസക്കാലത്തെ അനുഭവം തുടർച്ചയായി സംഘപരിവാർ വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായ ഒരു നടപടിയായിട്ട് മാത്രമേ ഇതിനെ
ഗവർണർ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നത് ഗൗരവത്തോടെ കാണാത്ത സമീപനത്തെ കാണാൻ പറ്റും. ഇവിടെ ഗവർണർ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ ഗവൺമെന്റ് ശക്തമായ നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്താൽ അതൊരു സന്ദേശമായി മാറും. ആ സന്ദേശം നൽകാൻ സർക്കാർ സന്നദ്ധമാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഗവർണർക്ക് അത് പ്രോത്സാഹനമായിട്ട് വരും. അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്താൻ ഗവർണർ തയ്യാറാക്കുന്നത്. ഇപ്പോൾ സർവകലാശാലകളിൽ സംഘപരിവാർ കടന്നുകയറ്റത്തിന് ഇപ്പോൾ എല്ലാവിധ അനുമതിയും നൽകുകയാണ്. യൂണിവേഴ്സിറ്റികളിൽ ചാൻസലർ എന്ന നിലയിൽ തന്നിഷ്ടപ്രകാരം PC-മാരെ നിയമിക്കുന്നു. ഇങ്ങനെ നിയമിച്ച PC-മാര് RSSന്റെ പരിപാടികളിൽ പരസ്യമായി പങ്കെടുക്കും. ജൻസി സമരത്തിനെതിരായ സംഘപരിവാരത്തിന്റെ അവജ്ഞ വിദ്യാർത്ഥികളെ മുന്നിലിരുത്തി പാറ്റ പരാമർശത്തിലൂടെ ഒരു VC ആവർത്തിക്കും. പക്ഷേ ആശാവഹമായൊരു കാര്യം, മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളി എന്നതാണ്. ഇപ്പൊ ഡൽഹി ജന്തർ മന്ദർ സമരത്തിന്റെ നായകരിൽ ഒരാളും വിദ്യാർത്ഥി സംഘടനാ നേതാവുമായ ഐഷി ഘോഷിന് സർവകലാശാല ക്യാമ്പസുകളിൽ വിലക്ക് കൽപ്പിക്കുന്ന വിചിത്രമായ അനുഭവം ഉണ്ടാകും. VC-മാർക്ക് RSS പരിപാടികളിൽ പങ്കെടുക്കാം, പക്ഷേ വിദ്യാർത്ഥി നേതാക്കൾക്ക് ക്യാമ്പസിൽ പ്രവേശിച്ചുകൂടാ എന്ന നിലപാട് എന്തൊരു വിരോധാഭാസമാണ്. UDF സർക്കാർ ഇക്കാര്യത്തിൽ കുറ്റകരമായ മൗനം പാലിക്കുന്നു. മതേതര കേരളം ഉണർന്നു പ്രതികരിക്കേണ്ട വിഷയമായിട്ടാണ് ഇതിനെ കാണേണ്ടത്.